സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കിനി ആ എക്സസൈസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എക്സസൈസ് ഡിസ്കഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് വായിച്ച് മീനിങ് പറഞ്ഞ് ഉത്തരത്തിലേക്ക് നേരിട്ട് പോകാൻ പറ്റുന്നുണ്ടാവും. ചിലത് പക്ഷേ നമുക്കൊന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ വർക്കൗട്ട് ഉണ്ടാവുക. അല്ലാത്ത നമ്മൾ നേരെ ആൻസർ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് കവർ ചെയ്ത് പോകാം. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുക, ബാക്കി കുറച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ റിയാക്ഷൻ ബിലോ ആർ ഇൻകറക്റ്റ്? 2PbO plus C gives 2Pb plus CO2. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ ബന്ധപ്പെട്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക, ലെഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, റിയാക്റ്റൻ്റ് സൈഡിൽ ലെഡ് അല്ല ഉള്ളത്, ലെഡ് ഓക്സൈഡ് ആണ്. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി റിഡക്ഷൻ ഓർ ഓക്സിഡേഷൻ, നമ്മൾ സംസാരിക്കേണ്ടത് റിയാക്റ്റൻ്റ് സൈഡിൽ കൊടുത്ത ആ ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയാക്ഷൻ നോക്കിയാൽ അറിയാം, ലെഡ് ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് ലെഡ് ആവുന്നുണ്ട്, അല്ലാതെ ലെഡ് അല്ല റെഡ്യൂസ് ആവുന്നത്. അപ്പോൾ ലെഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ് എന്നുള്ള സെൻസ് തെറ്റാണ്. എന്താ കാരണം? റിയാക്റ്റൻ്റ് സൈഡിൽ ലെഡ് അല്ല ഉള്ളത്, ലെഡ് ഓക്സൈഡ് ആണുള്ളത്. രണ്ടാമത്തെ നോക്കുക, കാർബൺ ഡയോക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കൂ, കാർബൺ ഡയോക്സൈഡ് പ്രൊഡക്റ്റിലുള്ള ഫോമാണ്, കാർബൺ ആണ് നമ്മളുടെ റിയാക്റ്റൻ്റ് സൈഡിലുള്ള ഫോം. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ ആ രണ്ട് സെൻറ്റൻസ് എന്തായാലും തെറ്റാണ്. തേർഡ് സെൻറ്റൻസ് നോക്കുക, കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ശരിയാണ്, കാർബൺ ഓക്സിഡൈസ്ഡ് ആവുകയാണ്. റിയാക്റ്റൻ്റ് സൈഡിൽ കാർബണേ ഉള്ളൂ, പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡയോക്സൈഡ് ആണ്. സോ ഓക്സിജൻ ഈസ് ആഡഡ് ടു കാർബൺ. Therefore, C option is correct. Now D option, lead oxide is getting reduced. Lead oxide is getting reduced ശരിയാണ്, കാരണം റിയാക്റ്റൻ്റ് സൈഡിൽ ലെഡ് ഓക്സൈഡ് ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ ലെഡ് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ സിയും ഡിയും ശരിയാണ്, എയും ബിയും തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചത്. സോ ദ ആൻസർ ഈസ്, ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് എ ആൻഡ് ബി. ഫസ്റ്റ് സബ് ഓപ്ഷൻ തന്നെ കേട്ടോ, എ ആൻഡ് ബി. എ ആൻഡ് ബി, എയും ബിയും തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ. നൗ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Fe2O3 plus 2Al gives Al2O3 plus 2Fe. ഇവിടെ നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. എബവ് റിയാക്ഷൻ ഈസ് എക്സാമ്പിൾ ഫോർ. ഏത് റിയാക്ഷൻ, ഏത് തരം റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെൻ്റ് ആണോ, റീകോമ്പിനേഷൻ ആണോ, ഡീകമ്പോസിഷൻ ആണോ, എന്താണ് നമുക്ക് നോക്കാനാണ് പറഞ്ഞത്. ഇത് നോക്കിയാൽ അറിയാം, ഇതിൽ നമ്മുടെ അയേണിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അലുമിനിയം ഓക്സിജൻ അടുത്തേക്ക് കയറുന്നുണ്ട് അല്ലേ. ശരിക്കും ഈ റിയാക്ഷൻ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. തെർമൈറ്റ് പ്രോസസ്സ് എന്താണ് അതിൻ്റെ പേര് പറയുന്നത് അവിടെ. ഓക്കെ, നമ്മുടെ റെയിൽവേ ട്രാക്കിലെ ക്രാക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ നോക്കുക, അലുമിനിയം അയേണിനെ ഡിസ്പ്ലേസ് ചെയ്തു, ഒറ്റ ഡിസ്പ്ലേസ്മെൻറ്റേ ഉള്ളൂ. ദെർഫോർ ഇത് ഏതായിരിക്കും? ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടെ ഒന്നേ ഉള്ളൂ. ദെർഫോർ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്ത് റിയാക്ഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എളുപ്പമുണ്ട് അല്ലേ. നൗ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ് ടു അയേൺ ഫില്ലിങ്സ്? ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അയൺ ഫില്ലിംഗ്, അയണിൻ്റെ ഫില്ലിങ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ ഏതൊരു മെറ്റലും സാധാരണഗതിയിൽ ഒരു ആസിഡോട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അയേണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് Fe പ്ലസ് HCl. 2HCl വേണം ബാലൻസിങ്. നമുക്ക് നോക്കാം. ദ പ്രൊഡക്റ്റ് വിൽ ബി, ഉറപ്പായിട്ടും ഒരു പ്രൊഡക്റ്റ് H2 ആണല്ലോ, ബാക്കിയുള്ളത് FeCl2. ബാലൻസ്ഡും ആണ്. ഇതാണ് എൻ്റെ ഫോം. സോ ഇവിടെ നമുക്ക് കിട്ടിയ രണ്ട് പ്രൊഡക്റ്റിൽ ഒന്ന് അയേൺ ക്ലോറൈഡ് ആണ്, ഒന്ന് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇത് കണ്ടെത്താൻ എളുപ്പവഴി, ഉറപ്പായിട്ടും ഒരു മെറ്റലും അതുപോലെ ഒരു ആസിഡും റിയാക്ട് ചെയ്താൽ ഒരു പ്രൊഡക്റ്റ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ബാക്കിയുള്ളതിനോട് ഒരുമിച്ച് എഴുതി, വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിലെ ആൻസർ ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയേൺ ക്ലോറൈഡ് ആർ പ്രൊഡ്യൂസ്ഡ്. നൗ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? വൈ ഷുഡ് കെമിക്കൽ ഇക്വേഷൻസ് ബി ബാലൻസ്ഡ്? എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? എന്തിനാണ് കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? സോ ഇത് ഒറ്റയ്ക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ഞാൻ പറയുന്നത് അതുപോലെ എഴുതണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് കേട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ആൻസർ ഒന്ന് പറയാം. ഞാൻ ഇവിടേക്ക് കോപ്പി ചെയ്യണില്ല കേട്ടോ, ഞാൻ ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഹാസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ്. നമ്മുടെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റൻ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള പല പല ആറ്റങ്ങളുടെ എണ്ണം, ആ നമ്പർ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ കെമിക്കൽ ഇക്വേഷൻ ഷുഡ് ബി ബാലൻസ് ടു സാറ്റിസ്ഫൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലോ ഉണ്ട് അല്ലേ. ആ ലോ എന്താ പറയുക, എല്ലാ ഇക്വേഷനും ശരിക്കും ഫോളോ ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസിങ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഴുതേണ്ട ആൻസർ ഏതാണോ കൂടി പറയാം. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഹാസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് atoms of different elements in the reactants and products.
The chemical equation should be balanced to satisfy the law of conservation of mass. Now, question number 5. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. Translate the following statements into chemical equations and then balance them. ഓക്കെ, ഇതിനൊക്കെ ഇപ്പോൾ താഴെ നമുക്കൊരു ABCD 4 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേർഡ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കെമിക്കൽ ഇക്വേഷൻസിൻ്റെ ഫോമിലേക്ക് മാറ്റണം, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുക. ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻ വിത്ത് നൈട്രജൻ ടു ഫോം അമോണിയ. ഓക്കെ, സോ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് പറയുമ്പോൾ H2 പ്ലസ് നൈട്രജൻ ഗ്യാസ് പറയുമ്പോൾ N2 ടു ഗിവ് NH3. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നണില്ല. ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഹൈഡ്രജൻ്റെ മുമ്പിൽ ഒരു 3 ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. അതുപോലെ ഈ അമോണിയൻ്റെ മുമ്പിൽ ഒരു 2ഉം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 3H2, ഇവിടെ 6 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, ഇവിടെ 2 × 3 6 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, ഇവിടെ 2 ആറ്റംസ് ഓഫ് നൈട്രജൻ, ഇവിടെയും 2 × 1 2 ആറ്റംസ് ഓഫ് നൈട്രജൻ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ആൻസറുകൾ ഞാൻ ഒന്നിവിടെ എഴുതി വെച്ച് പോവാം. ഹൈഡ്രജൻ സൾഫൈഡ് H2S പ്ലസ് 3O2 ഗിവിങ് SO2 പ്ലസ് 2H2O. നെക്സ്റ്റ് വൺ 3BaCl2 പ്ലസ് 3BaCl2 പ്ലസ് Al2SO4 thrice gives 2AlCl3. ഇതിലൊക്കെ നമ്മൾക്ക് സ്റ്റേറ്റ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഈ ബേരിയം ക്ലോറൈഡിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ബേരിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് അലുമിനിയം സൾഫേറ്റ് ടു ഗിവ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന ആളെ മാത്രം നമ്മൾ സോളിഡിൽ കാണിക്കേണ്ടതുള്ളൂ. ഇതിൽ പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണ്. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റിൻ്റെ ബ്രാക്കറ്റിൽ മാത്രം എസ് ഇടുക. ബാക്കി എല്ലാവരും സൊല്യൂഷൻ ഫോമിലാണ്. AQ ഇവിടെയും ഒരു AQ. കാരണം ഈ പ്രസിപ്പിറ്റേറ്റ് എന്നുള്ളത് സോളിഡിലാണ്, ബാക്കിയൊക്കെ അക്വസ് ആണെന്ന് എങ്ങനെ മനസ്സിലായത്? കാരണം സൊല്യൂഷനുകൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് പ്രസിപ്പിറ്റേറ്റും സൂപ്പർനാറ്റൻ്റും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ സോളിഡായിട്ട് നിൽക്കുന്ന ആളെ പ്രസിപ്പിറ്റേറ്റ് തന്നെ ആയിരിക്കും, ബാക്കി എല്ലാവരും അക്വസ് ആണ്. അത് നമ്മൾ വായിച്ചെടുക്കണം ക്വസ്റ്റ്യനിന്ന്. ഓക്കെ, നൗ ലാസ്റ്റ് വൺ ഏതായിരുന്നു? പൊട്ടാസ്യം നമുക്കറിയാം സോളിഡ് ആണ്. സോ 2K ബ്രാക്കറ്റിൽ സോളിഡ് പ്ലസ് 2H2O. H2O നിങ്ങൾക്കറിയാം ലിക്വിഡ് ഫോമിലാണുള്ളത്. ഗിവിങ് 2KOH. അത് അക്വസ് ആണ്. അതുപോലെ H2 ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു മെറ്റലാണ്, മറ്റൊന്നൊരു വാട്ടറാണ്. അത്യാവശ്യം റിയാക്ട് ചെയ്യുന്ന മെറ്റലാണ് പൊട്ടാസ്യം. അങ്ങനെ റിയാക്റ്റീവായ ഒരു മെറ്റൽ വെള്ളത്തിലിട്ടാൽ ഉറപ്പായിട്ടൊരു പ്രൊഡക്റ്റ് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ, പൊട്ടാസ്യം മെറ്റൽ എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ സോളിഡ് കൊടുത്തത്. റിയാക്ട് വിത്ത് വാട്ടർ ഒബ്വിയസ്ലി ലിക്വിഡ് ആണ്. ടു ഗിവ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസാണ് മനസ്സിലായി, പക്ഷേ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അക്വസ് ആണ്. എങ്ങനെ മനസ്സിലായത്? പൊട്ടാസ്യം വെള്ളത്തിക്കല്ലേ ഇട്ടത്. അപ്പോൾ ആ രണ്ടും കൂടി റിയാക്ട് ചെയ്തുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അത് ഉറപ്പായിട്ടും വെള്ളത്തിൽ കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ അക്വസ് എന്ന് എഴുതിയത് കേട്ടോ. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6ഉം ഇതുപോലെ തന്നെ ബാലൻസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസറുകൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. ഫസ്റ്റ് ആൻസർ 2HNO3 പ്ലസ് CaOH twice gives CaNO3 twice പ്ലസ് 2H2O. സ്വന്തമായിട്ട് ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം മാത്രമേ ഞാൻ പറയുന്ന ആൻസർ കേൾക്കാൻ തന്നെ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും എങ്ങനെ ഈ നമ്പറുകൾ വന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് 2NaOH പ്ലസ് H2SO4 gives Na2SO4 plus 2H2O. Next one, NaCl plus AgNO3 gives AgCl plus NaNO3. നിങ്ങൾക്ക് നോക്കി അറിയാം ഇതിൽ ക്വസ്റ്റ്യനും ആൻസറും സെയിം ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ലാസ്റ്റ് വൺ, BaCl2 plus H2SO4 gives BaSO4 plus 2HCl. 2HCl ഒരു 2 മാത്രം പ്രൊഡക്റ്റ് സൈഡിൽ HClൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ അത് ബാലൻസ്ഡ് ആയി. നൗ ഇതുപോലത്തെ വേർഡ് ഇക്വേഷൻ തന്നിട്ട് കെമിക്കൽ ഇക്വേഷൻ ആക്കാനും ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് 7th ക്വസ്റ്റ്യൻ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, സ്വന്തമായിട്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് 8th ക്വസ്റ്റ്യനും. സോ സിമിലർ ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നൗ 9th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഡസ് വൺ മീൻ ബൈ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്? ഗിവ് എക്സാമ്പിൾ. നോട്ട്ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ആണത്. എനിവേ ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. Exothermic reactions are those reactions in which heat is evolved. Heat is evolved. Evolve പറഞ്ഞാൽ റിലീസ് ആവുക അല്ലെങ്കിൽ ഉണ്ടാവുക അല്ലേ. എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ഏതായാലും നോട്ടിൽ നമ്മൾ തന്നിട്ടുള്ള എക്സാമ്പിൾ ഏതെങ്കിലും എഴുതി വെച്ചാൽ തന്നെ ധാരാളം.
Now, endothermic reactions are those reactions in which heat is absorbed. അല്ലേ, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ? എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ്റെ കേസിൽ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും? ഒരു പ്ലസ് ഹീറ്റ് എന്ന് എഴുതി വെക്കും. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഹീറ്റ് ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും? പ്ലസ് ഹീറ്റ് എന്ന് ഇട്ട് വെക്കും. ഓക്കെ, ചിലപ്പോൾ എൻഡോതെർമിക് റിയാക്ഷനിൽ ഇവിടെ പ്ലസ് ഹീറ്റ് ഇടുന്നതിന് പകരം ഏരോ മാർക്കിൻ്റെ മേലെയും ഹീറ്റ് നിട്ട് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് എക്സാമ്പിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. എക്സാമ്പിൾ അല്ല കേട്ടോ, ജനറൽ ഫോമാണ് ഞാൻ കാണിച്ചത്. എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. ഇനി ഇതിന് എക്സാമ്പിൾ വേണമെന്നുള്ളത് ശ്രദ്ധിക്കുക. എക്സോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ് C+O2 ഗിവിങ് CO2 പ്ലസ് ഹീറ്റ്. എക്സോതെർമിക്കിൻ്റെ എക്സാമ്പിൾ കേട്ടോ. മറ്റൊരു എക്സാമ്പിളാണ് N2 + 3H2 ഗിവിങ് 2NH3 പ്ലസ് ഹീറ്റ്. ഇത് രണ്ടും എക്സോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിളുകളാണ്. എൻഡോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എഴുതാം C+2S ഗിവിങ് CS2 മൈനസ് ഹീറ്റ് എന്ന് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കാണാം. അത് വേറൊന്നല്ല, ഈ സൈഡിൽ പ്ലസ് ഹീറ്റ് നിർണ്ണയം തുല്യമാണ് കേട്ടോ. സോ ഇറ്റ് മേ ബി റിട്ടൺ ആസ് C+2S പ്ലസ് ഹീറ്റ് ഗിവിങ് CS2. നമ്മൾ ഈ ഫോം തന്നെ പഠിച്ചാൽ മതി. ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ മൈനസ് ഹീറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്, അത് വേണ്ട. ഇനി അതുപോലെ തന്നെ ഇത് നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു എക്സാമ്പിളാണ്. നമുക്ക് അറിയാവുന്ന തന്നെ ഇഷ്ടംപോലെ എക്സാമ്പിളുകളുണ്ട്. ഉദാഹരണത്തിന് ആ AgClൻ്റെ കേസിൽ, AgBrൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? എൻഡോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ 1-2 എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. Now next question, why is respiration considered as an exothermic reaction? Explain. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിവിടെ എഴുതന്നെ വേണം. റെസ്പിറേഷൻ്റെ കേസിൽ നിങ്ങൾ ആ കാര്യം അറിയാം, നമ്മൾ കഴിച്ച ആ ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഓക്സിജൻ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി റിലീസാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എനർജി റിലീസാവുന്ന പ്രോസസ്സല്ലേ, എനർജി ഇവോൾവ് ആവുന്ന പ്രോസസ്സല്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പ്രോസസ്സ് എന്ന് വിളിച്ചത്? എക്സോതെർമിക് പ്രോസസ്സ് എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് റെസ്പിറേഷൻ നമ്മൾ എക്സോതെർമിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്. റെസ്പിറേഷൻ is an exothermic process because during respiration glucose combines with oxygen in the cells of our body to form carbon dioxide and water along with production of energy. ഓക്കെ, ഇത്ര എഴുതിയിട്ട് നമ്മൾ എന്തും കൂടി എഴുതണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റെസ്പിറേഷൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടി എഴുതണം. എന്തായിരുന്നു ഇക്വേഷൻ? C6H12O6 അക്വസ് പ്ലസ് 6O2 ഏതാണ് ഫോമിൽ? ഗേഷ്യസ് ഫോമാണ്. ഗിവിങ് 6CO2 ഗ്യാസ് ആണ് പ്ലസ് 6H2O ഒബ്വിയസ്ലി ലിക്വിഡ്. പിന്നെന്താ ഉണ്ടാവുക? പ്ലസ് എനർജി. ഇത്ര എഴുതിയാൽ ആൻസറായി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ കോപ്പി ചെയ്തത് കേട്ടോ. പഠിക്കുന്ന സമയത്തും അതേ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. നൗ 11th ക്വസ്റ്റ്യൻ എന്താണ്? 11th ക്വസ്റ്റ്യൻ ഇതിപ്പോൾ എഴുതണമെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ആർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് കാൾഡ് ദ ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ? റൈറ്റ് ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. എന്തോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് പറയുന്നതെന്ന്? അതിൻ്റെ ആൻസർ പറയണമെങ്കിൽ നമ്മൾ രണ്ടും എന്താണെന്ന് പറയുക, ഒന്ന് മറ്റതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. ഇൻ കേസ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണ്? വി നോ ദാറ്റ് എ സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ടു പ്രൊഡ്യൂസ് 2 or more സിംപ്ലർ സബ്സ്റ്റൻസസ്. ഒരു സിംഗിൾ സാധനം, ഒരൊറ്റ സാധനം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 അതിൽ കൂടുതലാവുന്ന റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. വേറാസ് ഇൻ എ കോമ്പിനേഷൻ റിയാക്ഷൻ 2 or more സബ്സ്റ്റൻസ് സിംപ്ലി കമ്പൈൻ ടു ഫോം എ ന്യൂ സബ്സ്റ്റൻസ്.
കോമ്പിനേഷൻ റിയാക്ഷനിൽ 2-3 ആളുകൾ കൂടിയിട്ട് അല്ലെങ്കിൽ 2 അതിലധികം ആളുകൾ കൂടിയിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റായിട്ട് മാറും. അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഒബ്വിയസ്ലി ഒന്നൊന്നിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഒരാൾ സ്പ്ലിറ്റ് ചെയ്ത് പലതാവണം. കോമ്പിനേഷൻ റിയാക്ഷനിൽ പല ആളുകൾ കൂടിച്ചേർന്ന് ഒന്നാവണം. അതുകൊണ്ടാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മുടെ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. എന്നാലും ആൻസർ വേണ്ടവർക്ക് ഞാൻ വായിച്ചുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻ എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എ സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ടു പ്രൊഡ്യൂസ് 2 or more സിംപ്ലർ സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ, അതിൻ്റെ എക്സാമ്പിൾ എഴുതാം. ക്വസ്റ്റ്യനിൽ 2 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ 2H2O ലിക്വിഡ് ഗിവിങ് 2H2 plus O2. നൗ ബാക്കി നമുക്ക് എഴുതാം. വൈൽ ഇൻ എ കോമ്പിനേഷൻ റിയാക്ഷൻ 2 or more substances simply combine to form a new substance 2H2 plus O2 giving 2H2O. ഇതിൽ ഫസ്റ്റ് എഴുതിയ ഡീകമ്പോസിഷൻ്റെ കേസിൽ നമ്മൾ ഏരോ മാർക്കിൻ്റെ മേലെ, അതായത് 2H2O ഗീവ്സ് എന്നുള്ള ഏരോ മാർക്കിൻ്റെ മേലെ ഇലക്ട്രിസിറ്റി എന്ന് എഴുതണം കേട്ടോ. ഇലക്ട്രിസിറ്റി, കാരണം ഇലക്ട്രോളിസിസ് ചെയ്തിട്ടല്ലേ നമ്മൾ വാട്ടറിനെ മുറിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നത്. സോ അത് ഇലക്ട്രിസിറ്റി അവിടെ കാണിക്കണം. രണ്ടാമതിൽ അതിൻ്റെ ആവശ്യമില്ല. ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് H2O ഫോം ചെയ്യും. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th ക്വസ്റ്റ്യൻ. റൈറ്റ് 1 ഇക്വേഷൻ ഈച്ച് ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് where energy is supplied in the form of heat, light or electricity. ഇത് മുൻപ് സെയിം ക്വസ്റ്റ്യൻ ചെറിയൊരു ഫോമിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അത് ആലോചിക്കുക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് ഉപയോഗിച്ച്, ലൈറ്റ് ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്. 3നും ഓരോ എക്സാമ്പിൾ എഴുതാനാണ്. നമുക്ക് എഴുതാലോ. ഫസ്റ്റ് വൺ നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ എഴുതാം. തെർമൽ ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിൾ, അപ്പോൾ പേര് കൊടുത്തിട്ട് തന്നെ എഴുതാം. ഞാൻ അവിടെ എക്സാമ്പിൾ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. സോ CaCO3 വെൻ ഹീറ്റഡ്, അത് നിങ്ങൾക്ക് എയറോ മാർക്കിൻ്റെ മേലെ എഴുതാം, അല്ലെങ്കിൽ CaCO3 പ്ലസ് ഹീറ്റ് എഴുതാം, രണ്ടും ശരിയാണ്. CaO പ്ലസ് CO2, ഇത് ഏത് ഡീകമ്പോസിഷൻ ആണ്? തെർമൽ ഡീകമ്പോസിഷൻ കേട്ടോ, തെർമൽ ഡീകമ്പോസിഷൻ. നെക്സ്റ്റ് നമുക്ക് AgBr AgCl ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ AgBr എഴുതുന്നത് 2AgBr പ്ലസ് ലൈറ്റ്, അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസസ് 2Ag പ്ലസ് Br2. ഓക്കെ, ഇതേതാണ്? ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ അല്ലേ. ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ ഒന്നേ പഠിച്ചിട്ടുള്ളൂ. ഇഷ്ടംപോലെ എഴുതാൻ പറ്റും വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക്. ഇപ്പം നമ്മൾ ഒന്നേ പഠിച്ചിട്ടുള്ളൂ, അത് എഴുതാം. 2H2O ബൈ അപ്ലൈയിങ് ഇലക്ട്രിസിറ്റി, ഓക്കെ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ചസ് ടു 2H2 പ്ലസ് O2. ഓക്കെ, അപ്പോൾ 3ൻ്റെ എക്സാമ്പിൾ ആയാലും നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. വലിയ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. നൗ 13th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും തമ്മിൽ വ്യത്യാസം എന്താണ്? റൈറ്റ് ഇക്വേഷൻസ് ഫോർ ദീസ് റിയാക്ഷൻസ്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഒന്നിലൊരു ഡിസ്പ്ലേസ്മെൻറ്റേ ഉള്ളൂ, മറ്റതിൽ 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും. എന്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എളുപ്പം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതാം? ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ആ സിംഗിളായിട്ട് നിൽക്കുന്ന ആ ഒരു മെറ്റൽ അത് റിയാക്ടിവിറ്റി കൂടുതലാവണം. ആണെങ്കിൽ സൊല്യൂഷനിലുള്ള ആ കോമ്പൗണ്ടിൻ്റെ പാർട്ടായിട്ട് വരുന്ന മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞത്? ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ. എക്സാമ്പിളായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചത് തന്നെ എഴുതാം. Fe സോളിഡ് ആണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്, പ്ലസ് CuSO4 സൊല്യൂഷനാണ്. സോ വി ഹാവ് ടു റൈറ്റ് അക്വസ് അല്ലേ. അക്വസ് ഗീവ്സ് എന്താ കിട്ടുക? Cu സോളിഡ് പ്ലസ് FeSO4 അക്വസ്. ഇവിടെ സെൻറ്റൻസിൽ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ മെറ്റലിന് സൊല്യൂഷനിലുള്ള കോമ്പൗണ്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന മെറ്റൽ, ഇവിടെയാണെങ്കിൽ സൊല്യൂഷനിലെ കോമ്പൗണ്ട് CuSO4 ആണ്, അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നത് Cu ആണ്. ആ മെറ്റലിനേക്കാൾ റിയാക്ടിവിറ്റി വേണം ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്ക്. അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിനെ ഇയാൾ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, നൗ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇതിന് ശേഷം വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് ചേർക്കാം കേട്ടോ. ദിസ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വെർ അയൺ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ് വേണമെങ്കിൽ എഴുതാൻ ഒരു നിർബന്ധമില്ല. ദിസ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ
വേർ അയൺ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ എന്ന് എഴുതിയാൽ നന്ന്. നെക്സ്റ്റ് നമുക്ക് ഡബിൾ ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം പറയാം. ഇൻ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ടു റിയാക്ടൻസ് ഇൻ സൊല്യൂഷൻ എക്സ്ചേഞ്ച് ദയർ അയോൺസ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടന്റിന്റെ രണ്ട് റിയാക്ടന്റ് ഉണ്ടല്ലോ, അതിന്റെ രണ്ട് റിയാക്ടന്റിന്റെയും ഓരോ ഭാഗങ്ങൾ അയോൺസ് ഡിസ്പ്ലേസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആവും അല്ലേ. അപ്പോഴാണ് നമ്മൾ അതിനെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ എഴുതേണ്ടത്? ഇൻ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ടു റിയാക്ടൻസ് ഇൻ സൊല്യൂഷൻ എക്സ്ചേഞ്ച് ദയർ അയോൺസ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടെക്സ്റ്റിലുള്ള തന്നെ എഴുതാം. എന്തായിരുന്നു? BaCl2 പ്ലസ് Na2SO4 gives BaSO4 പ്ലസ് 2NaCl. നമ്മൾ പഠിച്ചതല്ലേ, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനും കൂടിയാണിത്. ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് എഴുതാം. ഹിയർ ബേരിയം അയോൺ, അല്ലെങ്കിൽ ബേരിയം അയോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, Ba2+ ആണ്. Ba2+ അയോൺ ഫ്രം ബേരിയം ക്ലോറൈഡ് ഡിസ്പ്ലേസസ് Na+ ഫ്രം Na2SO4 ആൻഡ് ദ Na ഡിസ്പ്ലേസസ് Ba ഫ്രം BaCl2. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. But this is an example for a double displacement reaction where barium chloride and sodium sulfate is involved. അല്ലേ, എഴുതേണ്ട സെൻറ്റൻസ് അല്ല കേട്ടോ പറയുന്നത്, ഞാനൊന്ന് പറഞ്ഞു തരാണ്. ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണത്. ആൻഡ് വി നോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. അല്ലേ, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്നത്. ഇനി ഇതിന്റെ താഴെ ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വേർ barium chloride and sodium sulfate exchange Cl minus and SO4 2- ions. അല്ലേ, ഈ Baന്റെ കൂടെയുള്ള Cl മൈനസ് അതേപോലെ SO4 ഈ Na2SO4ന്റെ കൂടെയുള്ള Na2SO4ലുള്ള SO4 2- അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുകയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട ലാസ്റ്റ് സെൻറ്റൻസ് എഴുതിക്കോളൂ. This is a double displacement reaction where barium chloride and sodium sulfate exchange Cl minus and SO4 2- ions between them. Okay, ലാസ്റ്റ് വേണമെങ്കിൽ എഴുതാം, കറക്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. Now 14th question. In the refining of silver, the recovery of silver from silver nitrate solution involved displacement by copper metal. Write down the reaction involved. ഓക്കെ, എന്താ പറയുന്നത്? സിൽവറിൻ്റെ റിഫൈനിങ്ങിൽ ഇൻ റിഫൈനിങ് ഓഫ് സിൽവർ, റിക്കവറി ഓഫ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് എന്നുള്ളൊരു കെമിക്കൽ നമ്മുടെ കയ്യിലുള്ള നമുക്ക് സിൽവറിനെ കിട്ടണം. ഇൻവോൾവ്സ് എന്താ ഇൻവോൾവ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ കോപ്പർ മെറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. റൈറ്റ് ഡൗൺ ദ റിയാക്ഷൻ ഇൻവോൾവ്. അപ്പോൾ ഇത് വലിയ സംഭവമല്ല, ഇക്വേഷൻ എഴുതാനാണ്. നമ്മളെ കയ്യിലുള്ള കെമിക്കൽ ഏതാണ്? സിൽവർ നൈട്രേറ്റ് അല്ലേ. സിൽവർ നൈട്രേറ്റിന്റെ കെമിക്കൽ ഫോർമുല AgNO3 എന്നാണ് കേട്ടോ. AgNO3 എന്നുള്ള കെമിക്കൽ, സോറി ട്വൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. AgNO3. ഓക്കെ, ആരെ വെച്ചാൽ ഡിസ്പ്ലേസ് ചെയ്യണത്? കോപ്പറിനെ വെച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ കോപ്പറിന് സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ കോപ്പറിന് വേണമെങ്കിൽ സിൽവറിന്റെ കോമ്പൗണ്ട്സിൽ നിന്ന് സിൽവറെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ സോളിഡും അതുപോലെ കോമ്പൗണ്ടിന്റെ ഫോമിലുള്ള ആൾ അക്വസും ആയിരിക്കും. ഇനി എന്താ ഉണ്ടാവുക? കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ എന്തായി മാറും? കോപ്പർ നൈട്രേറ്റ് CuNO3 ട്വൈസ് പ്ലസ് Ag ഒറ്റയ്ക്കാവും 2Ag. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ എന്തായാലും സോളിഡ് ആണ്, മറ്റേ ആൾ അക്വസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ നമ്മളിത് എഴുതി, ഇവിടെ നമ്മൾ കാര്യം കൂടി മനസ്സിലാക്കണം. കോപ്പറിന് സിൽവറിനെ റിയാക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ NO3 ട്വൈസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 ഇട്ട് കൊടുക്കേണ്ടി വരും. ആ 2 കറക്റ്റ് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ Agന് മുമ്പിൽ ഒരു 2 ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ. നൗ 15th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ എ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ? അപ്പോൾ നമ്മൾ ഈ ചില ക്വസ്റ്റ്യനൊക്കെ വായിച്ച് ആൻസർ പറഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് എല്ലാതും തന്നെ പറയാൻ നേരം ഉണ്ടാവും തോന്നുന്നു. സോ മറ്റൊരു പാർട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ ബൈ ഗിവിങ് എക്സാമ്പിൾസ്. എന്താണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനത് എഴുതി തരാം, നിങ്ങളത് എഴുതണം കേട്ടോ നോട്ടിലേക്ക്. എ റിയാക്ഷൻ in which an
an insoluble solid called precipitate is formed that separates from the solution is called a precipitation reaction. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന്. അതിൻ്റെ പുറമെ നമുക്ക് ഒന്നും കൂടി എഴുതാം. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ അത് നമുക്ക് എഴുതാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ ഏതായിരുന്നു? BaCl2 പ്ലസ് Na2SO4 ഗിവിങ് എന്താ തരിക? BaSO4 പ്ലസ് NaCl ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ആരാ പ്രസിപ്പിറ്റേറ്റ്? BaSO4 ആണ് പ്രസിപ്പിറ്റേറ്റ്. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഒന്ന് തന്നെയാണ്. CdNO3 ട്വൈസ് കാഡ്മിയം നൈട്രേറ്റ് പ്ലസ് സോഡിയം സൾഫൈഡ് Na2S സോഡിയം സൾഫൈഡ് ഗിവ്സ് കാഡ്മിയം സൾഫൈഡ് പ്ലസ് സോഡിയം നൈട്രേറ്റ്. ഒരു 2 കൊടുത്താൽ ബാലൻസ് ആവും 2NaNO3. ഇതിൽ കാഡ്മിയം സൾഫൈഡ് ആണ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പ്രസിപ്പിറ്റേഷനെ പറ്റി പറഞ്ഞു, 2 എക്സാമ്പിൾ എഴുതി. 16th question. Explain the following in terms of gain or loss of oxygen with 2 examples each. നമ്മുടെ ഓക്സിഡേഷൻ റിഡക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഇനി ഓക്സിജൻ്റെ ടേംസിലാണെങ്കിൽ ഓക്സിജനെ ഗെയിൻ ചെയ്താൽ ഓക്സിഡേഷനും ഓക്സിജനെ റിമൂവ് ചെയ്താൽ റിഡക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ഞാൻ പറയുന്നേ ഉള്ളൂ, എഴുതിയെടുക്കാം കേട്ടോ. ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഓക്സിജൻ ചേർത്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓക്സിഡേഷൻ. എക്സാമ്പിൾ എത്ര വേണമെങ്കിലും എഴുതാം. C+O2 gives CO2 എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് മെഗ്നീഷ്യസ് റിബൺ കത്തിക്കുന്ന ഒരു കേസ് പറഞ്ഞു അല്ലേ. 2Mg+O2 ഗിവിങ് 2MgO. ഇതും എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ ഓക്സിഡേഷൻ്റെ എക്സാമ്പിളാണ്. റിഡക്ഷൻ്റെ എക്സ്പ്ലനേഷൻ ഇൻ ദ ബേസിസ് ഓഫ് ആഡിങ് ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലേ. ഓക്സിജൻ ആഡ് ചെയ്യുക റിമൂവ് ചെയ്യുന്നുള്ള ബേസിൽ റിഡക്ഷൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം എ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് റിഡക്ഷൻ. ദ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം എ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് റിഡക്ഷൻ. അതിന് നമുക്ക് എത്ര വേണമെങ്കിലും എക്സാമ്പിൾസ് എഴുതാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക. CuO+H2 ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. CuO+H2 ഗിവിങ് Cu+H2O. മറ്റൊന്ന് ZnO+C ഗിവിങ് Zn+CO. ഇതൊക്കെ ഭാവിയിൽ കുറേ സ്ഥലത്ത് കാണാനുള്ള ഇക്വേഷൻ ആട്ടോ. സിങ്കിൻ്റെ റിഫൈനിങ് ഒക്കെ പഠിക്കാണ്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ സിങ്ക് ഓക്സൈഡ് എന്നുള്ള സാധനമാണുള്ളത്. അതിനെ നമ്മൾ കാർബൺ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, കാർബൺ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും എന്ത് കിട്ടാൻ? സിങ്ക് കിട്ടാൻ എന്നൊക്കെ പഠിക്കും. നമുക്ക് ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. സോ ഞാൻ 2 എക്സാമ്പിൾ എഴുതി, ഓക്സിഡേഷൻ റിഡക്ഷനും. അത് മറ്റൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 17th ക്വസ്റ്റ്യൻ നോക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ എക്സാമിനും നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ ഷൈനി ബ്രൗൺ കളേർഡ് എലമെന്റ് എക്സ് ഓൺ ഹീറ്റിംഗ് ഇൻ എയർ ബിക്കംസ് ബ്ലാക്ക് ഇൻ കളർ. അപ്പോൾ എക്സ് എന്നുള്ളൊരു എലമെന്റ് ഉണ്ട്, അതിൻ്റെ കളർ ബ്രൗൺ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്സിജനോട് റിയാക്ട് ചെയ്യുമ്പോൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എയറിലാണ് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഒരു ഓക്സൈഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ 2 ആണോ 3 ആണോ അറിയത്തുണ്ട്. ഞാൻ തൽക്കാലം സെറ്റ് എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെ ഞാൻ വല്ല വൈ എന്ന് വിളിക്കാം. അപ്പോൾ ഈ സാധനം കെമിക്കൽ ഫോമിൽ നമുക്കറിയില്ല, അതിൻ്റെ കളർ ബ്ലാക്ക് ആണ് തന്നിട്ടുണ്ട്. നെയിം ദ എലമെന്റ് എക്സ് ആൻഡ് ദ ബ്ലാക്ക് കളർഡ് കോമ്പൗണ്ട് ഫോംഡ്. നമുക്കറിയാം ഈ ഓക്സിഡേഷൻ്റെ ശേഷം കളർ ബ്ലാക്ക് ആവുന്ന ആർക്കാണ് പഠിപ്പിച്ചത്? കോപ്പറിനാണ്. സോ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് ആരാണ്? കോപ്പറാണ്. പിന്നെ ആൻഡ് ദ ബ്ലാക്ക് കളർഡ് കോമ്പൗണ്ട് ഫോം ഉണ്ടായ ഈ കോമ്പൗണ്ട് കെമിക്കൽ ഫോമിലാണ് എഴുതാൻ പറ്റുള്ളത്. നിങ്ങൾക്ക് 9ാം ക്ലാസ് അറിയണ്ടെങ്കിൽ എളുപ്പമാണ്. CuO എന്ന് എഴുതാം. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2, കോപ്പറിൻ്റെ 2 ഇൻ്റർചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് Cu2O2 എന്ന് കിട്ടും. അപ്പോൾ ഈ കോമൺ നമ്പേഴ്സ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ CuO എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ CuO ആണ് അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഫോം. അതിൻ്റെ റിയാക്ഷൻ എഴുതണമെങ്കിൽ 2Cu+O2 ഗിവിങ് 2CuO. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ. വൈ ഡു വി അപ്ലൈ പെയിൻറ് ഓൺ അയേൺ ആർട്ടിക്കിൾസ്? നമ്മൾ ഇന്നെടുത്ത ഭാഗമാണ് അല്ലേ.
പെയിന്റ് ഡസ് നോട്ട് അലോ അയൺ ആർട്ടിക്കിൾസ് ടു കം ഇൻ കോൺടാക്ട് വിത്ത് എയർ, വാട്ടർ ആൻഡ് വാട്ട് എവർ തിങ്സ് സറൗണ്ടിങ് ഇറ്റ്, അല്ലേ? നമ്മളുടെ അയൺ ആർട്ടിക്കിൾസിന്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള സാധനമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ പെയിന്റിങ് സഹായിക്കും. വിച്ച് പ്രിവെന്റ്സ് കൊറോഷൻ ഓർ റസ്റ്റിംഗ്. അപ്പോൾ അതിന്റെ ആൻസർ എങ്ങനെ എഴുതേണ്ടത്? പെയിന്റ് ഡസ് നോട്ട് അലോ അയൺ ആർട്ടിക്കിൾസ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് എയർ, വാട്ടർ ആൻഡ് സേവ്സ് അയൺ ആർട്ടിക്കിൾസ് ഫ്രം ഡാമേജ് ഡ്യൂ ടു റസ്റ്റിംഗ്. റസ്റ്റിങ്ങിന്റെ സ്പെല്ലിംഗ് RUSTING. റസ്റ്റിംഗ് തന്നെ എഴുതണം നിർബന്ധമില്ല. യു ക്യാൻ ഈവൻ റൈറ്റ് കൊറോഷൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 19th ക്വസ്റ്റ്യൻ. ഓയിൽ ആൻഡ് ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ആർ ഫ്ലഷ്ഡ് വിത്ത് നൈട്രജൻ. വൈ? ഇന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു അതിൻ്റെ ആൻസർ. ടു കീപ് ഫുഡ് ഐറ്റംസ് ഫ്രഷ് ആൻഡ് സേവ് ഫ്രം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ഫുഡ് ഐറ്റംസ് ആർ ഫ്ലഷ്ഡ് വിത്ത് നൈട്രജൻ. ഫുഡ് ഐറ്റംസ് ഫ്രഷ് ആയി നിൽക്കാനും അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും മാറാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ വെച്ച് ഫ്ലഷ് ചെയ്യുന്നത്. 20th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് വിത്ത് വൺ എക്സാമ്പിൾ ഈച്ച്. കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. കൊറോഷൻ അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറയണ്ട, നിങ്ങൾക്ക് നേരിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്കതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. 4Fe + 3O2 + 2xH2O. ഇത് നമ്മളിങ്ങനെ ഇടാൻ കാരണം H2 എത്ര വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പോൾ അതൊരു ഈവൻ നമ്പർ എന്നുള്ള പോലെ 2xH2O ബാലൻസ് ആണെങ്കിൽ ഇവിടെ ഒരു ഈവൻ നമ്പറാണ് വരേണ്ടത്. ഗിവിങ് 2Fe2O3 xH2O. ഓക്കെ, ഇതാണ് നമ്മുടെ റസ്റ്റ് എന്ന് പറയുന്ന സാധനം. 2Fe2O3 .xH2O. ഈ .xH2 എന്താണെന്ന് അറിയാലോ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി റാൻസിഡിറ്റിക്ക് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതാൻ എക്സാമ്പിൾ ആയിട്ട്? ഫുഡിൻ്റെ ടേസ്റ്റ് മാറുന്നത്, ചിപ്സിൻ്റെ ടേസ്റ്റ് മാറുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ്ലി മെയ്ഡ് ചെയ്ത കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ല് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുന്നതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അല്ലാതെ മറ്റ് എക്സാമ്പിളിൻ്റെ ആവശ്യമൊന്നും അതിനില്ല. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് വിത്ത് വൺ എക്സാമ്പിൾ ഈസ് എന്ന് പറഞ്ഞതുകൊണ്ട് റാൻസിഡിറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇഫ് യു ലെഫ്റ്റ് ദ ചിപ്സ് പാക്കറ്റ് ഓപ്പൺ, തിന്നണ ചിപ്സ് ആട്ടോ, അല്ലാതെ നമ്മുടെ IC ചിപ്പ് അല്ല. ഇഫ് യു ലെഫ്റ്റ് ഓപ്പൺ ദ ചിപ്സ് പാക്കറ്റ് ആഫ്റ്റർ എ വൈൽ we can feel that the taste and smell of that chips may have changed. This is an example for rancidity. അപ്പോൾ നമ്മൾ ആ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ എടുക്കാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾക്ക് കുറഞ്ഞ ടൈം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ലൈവ് ക്ലാസ്സിൽ പറ്റാത്തൊരു പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആകുമ്പോൾ. ഇതിൻ്റെ പുറമെ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ചോദിച്ചോളൂ കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് പോർഷൻസിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കണം. അതുപോലെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ പോലും ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് മീൻസ് എഡിറ്റിങ്ങും കഴിഞ്ഞാൽ പോലും നമ്മൾ യൂട്യൂബിലേക്ക് ഇടുമ്പോൾ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അത് ചിലപ്പോൾ കുറേ സമയം എടുക്കും. അത് ഡിപ്പെൻസ്. അത് ചിലപ്പോൾ ഒരുപാട് എടുക്കണ കാണാം, ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. അത് യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമാണ്. ഓരോ ടൈമിനനുസരിച്ച് അങ്ങനെ ആവുന്നതാകാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 മണിക്ക് ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ വൈകിയത്. അപ്ലോഡായി കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിയണം. അപ്പോൾ എനിവേ ഇതും കൂടി ഞാനിന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് കാണാം. ഇനി നമുക്ക് ഇന്നൊരു ഫിസിക്സിൻ്റെ ക്ലാസ് കൂടി ഉണ്ടായിരിക്കും. അത് പക്ഷേ നമുക്ക് ഇത്ര അധിക ഡ്യൂറേഷൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് അതിൽ ആ ഒരു റിഫ്രാക്ഷൻ്റെ തുടക്കമാണ് പറയാനുള്ളത്. അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഒഴിവിനനുസരിച്ച് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.